മുസ്ലിം സംഘടനകൾ, ന്യൂനപക്ഷ സംഘടനകൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ അത് കേരളത്തിൽ വലിയ മതേതരത്വമാണ്. ഇപ്പോ കാന്തപുരവും ലീഗും യോജിക്കണം എന്ന് പറയുന്നു. EK സുന്നിയും AP സുന്നിയും ഒന്നാവുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയുന്നു ഭരണം കിട്ടിയാൽ അത് സമുദായ താല്പര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനൊന്നും ആർക്കും പരാതിയില്ല. ആകെ പരാതി NSSും SNDPയും അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായരും ഒരു ചായ കുടിക്കാൻ ഒരുമിച്ചിരുന്നാൽ അത് കേരളത്തിൽ വലിയ വർഗീയത. ന്യൂനപക്ഷങ്ങൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏത് നിലപാട് സ്വീകരിച്ചാലും സോക്കോൾഡ് മതേതര പാർട്ടികൾ എല്ലാവരും അതിനെ ഒരു മതേതര നിലപാടായി ഉയർത്തി കാണിക്കും. ഭൂരിപക്ഷ സമുദായത്തിൽ എല്ലാവരും തമ്മിൽ അടിച്ചു പിരിഞ്ഞ് അവർ നശിച്ചു കൊള്ളണം എന്നുള്ള ഒരു താല്പര്യമാണ് പ്രധാനപ്പെട്ട മുന്നണികൾക്കെല്ലാം കേരളത്തിലുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായരും ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്ക് യോജിക്കാം. പക്ഷേ ഭൂരിപക്ഷ ഐക്യം എന്നുള്ളത് ഒരു പേടി സ്വപ്നമാണ് കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അല്ല, BJPയുടെ കാര്യം പറയുമ്പോൾ ഈ ഹിന്ദുക്കളുടെ ഒരു കുത്തകയാണ് BJP കരുതുന്നതെന്ന് പുള്ളി പറയുന്നത്. BJPക്കെതിരെ രൂക്ഷമായി ഉന്നയിച്ചു. സുരേഷ് ഗോപിയുടെ സന്ദർശനം. അതൊക്കെ ശരിയാണ്. അതിപ്പോ നായർ സമുദായത്തിന്റെ കുത്തകയായതിന്റെ സംഘടനയ്ക്കല്ല, ഈഴവ സമുദായത്തിന്റെ കുത്തകയായതിന്റെ സംഘടനയ്ക്കല്ല. അപ്പൊ അത്തരം പരാമർശങ്ങളെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. കാരണം അത് അതിനുള്ള സ്വാതന്ത്ര്യം, BJPയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ സംഘടനകൾക്കും ഉണ്ട്, സമുദായ സംഘടനകൾ പ്രത്യേകിച്ചും. ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യം ഉണ്ടാവേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളം പോലെ ഏതാണ്ട് 50% മാത്രം ആയി കഴിഞ്ഞിരിക്കുന്ന ഒരു ഭൂരിപക്ഷ സമൂഹത്തിന് അത്തരം ഐക്യപ്പെടൽ നല്ലതാണ് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്.